ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, കരയുന്നവരുണ്ട് വിശുദ്ധിക്ക് വേണ്ടി, വാവിട്ട് നിലവിളിക്കുന്നവരുണ്ട് വിശുദ്ധിക്ക് വേണ്ടി. എന്താണെന്നറിയാമോ? എത്ര വിശുദ്ധി നമ്മുടെ അകത്ത് കയറുന്നു അത്രത്തോളം നാം ദൈവവുമായി ഒന്നായിത്തീരുക. ഒരു കാര്യം നമ്മൾ ഓർത്തോളണം, യേശു കർത്താവ് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിൽ ഇരുത്തിയെങ്കിലും ഞാനെന്നുള്ള വ്യക്തി സ്വർഗത്തിലല്ല. യേശു കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് സ്വർഗത്തിലിരുത്തി, പക്ഷെ ഞാനെന്നുള്ള വ്യക്തി സ്വർഗത്തിലല്ല. ഞാനെന്നുള്ള വ്യക്തിയാണ് എൻ്റെ ദേഹി. എൻ്റെ ദേഹി സ്വർഗത്തിലല്ല. എൻ്റെ ദേഹി ഇരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്താണ്. പക്ഷെ എവിടെയാണ് എൻ്റെ ദേഹി ഇരിക്കേണ്ടത്? സ്വർഗത്തിലാണ്. അപ്പോൾ എന്നെ യേശു കർത്താവ് എൻ്റെ ആത്മാവിനെ, അതിന്റെ പേര് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആത്മാവിന്റെ ആദ്യ ദാനം ലഭിച്ചവരെന്നാണ്. ആത്മാവിന്റെ ആദ്യ ദാനം ലഭിച്ചവർ. അതിന്റെ അർത്ഥം എൻ്റെ ആത്മാവ് സ്വർഗത്തിലുണ്ട്, ഞാൻ സ്വർഗത്തിലില്ലെങ്കിലോ? അശുദ്ധനെ പിടിച്ച് ലോകത്തിൽ ഇട്ടിരിക്കുകയാണെങ്കിലോ? എൻ്റെ ആത്മാവിനെ യേശു കർത്താവ് സ്വർഗത്തിലാക്കി, 5 പൈസ ചെലവില്ലാതെ. കാരണം അത് കർത്താവിന്റെ കൃപയാൽ മാത്രം ചെയ്തതാണ്. പക്ഷേ യേശു കർത്താവിന് സ്വർഗത്തിൽ ഇരുത്തിയതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. യേശു കർത്താവിനെ സ്വർഗത്തിൽ ഇരുത്തിയതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. നമ്മൾ ഒരു ഇങ്ങനെയാണോ എന്താണോ കേട്ടത്? അത് സ്വർഗത്തിൽ നിന്നൊരു കൂടെ ഇറങ്ങി വരുന്ന മത്സ്യം അല്ലേ? അതിനകത്ത് എല്ലാ ജന്തുക്കളും അല്ലേ? പക്ഷേ ആ ജന്തുക്കളെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ ആ ജന്തുവിനെ ഈ അശുദ്ധമായതെല്ലാം ദൈവം എങ്ങോട്ട് എടുത്തോണ്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ ഈ അശുദ്ധമായതെല്ലാം സ്വർഗത്തിൽ പോയതുകൊണ്ട് ഈ അശുദ്ധമായതെല്ലാം സ്വർഗത്തിൽ കയറണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിൽ അയച്ചു ശുദ്ധീകരിക്കാൻ. കാരണം കൊർന്നേലിയസും അതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട്, ആ കൂടയ്ക്കകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊർന്നേലിയസ് ആ കൂടയ്ക്കകത്ത് ആ പാത്രത്തിനകത്ത് ഉള്ളതുകൊണ്ട് സ്വർഗത്തിലില്ല. പക്ഷെ അവിടെ പോയി ശുദ്ധീകരിക്കണം. അവിടെ ചെന്ന് യേശു കർത്താവിന്റെ രക്തത്തെ കുറിച്ച് പറയണം. യേശു കർത്താവിന്റെ വിശുദ്ധിയിൽ അവരെ പങ്കുചേർക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ യേശു കർത്താവ് ഇരുത്തിയതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണെന്ന് ആദ്യം കരുതരുത്. അതിനെ തടയുന്നത് മുഴുവൻ അശുദ്ധിയാണ്. അശുദ്ധി മാറിയാൽ നിന്റെ ദേഹിയും വെളിപ്പാടിന്റെ അകത്ത് കയറും. എന്നുള്ള വെളിപ്പാടുണ്ടെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ചേറ് മൂടിയിരിക്കുക, ഒരു കാർമേഘം പോലെ, ക്ലാവ് പോലെ എല്ലാം പിടിച്ചിരിക്കുക.